അദ്ദേഹത്തിൻ്റെ മുറി അദ്ദേഹത്തിൻ്റെ അസാന്നിധ്യത്തിൽ തുറക്കുകയും അവർക്ക് മനസ്സിലാവാത്തൊരു ഉപകരണം മോസിലേറ്ററാണ്, അത് അവിടെ കൊണ്ടുവച്ചതാണ് എന്നുള്ള രീതിയിൽ ഡോക്ടർ ഹാരിസ് തന്നെ അപ്പോൾ പറയുന്നുണ്ട്. ഞാൻ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ തന്നെ അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുമായിരുന്നു. ഇത് നെഫ്രോസ്കോപ്പാണ്, അത് മാറി ബില്ല് വന്നു പോയതാണ് എന്നും മനസ്സിലാക്കി കൊടുക്കുമായിരുന്നു എന്ന് അദ്ദേഹം തന്നെ പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു നീക്കത്തെ KGMCTയെ അത്യധികം അപലപനീയമായിട്ടാണ് കാണുന്നത്. അത് നമ്മൾ വിശദീകരിച്ച് കഴിഞ്ഞതുമാണ്. അല്ല അബ്ദുൽ ബാസിദ്, അത് അങ്ങനെ വിശദീകരിച്ചാൽ മാത്രം പോരല്ലോ. ഇപ്പോൾ ഡോക്ടർ ഹാരിസ് ചിറക്കൽ നടത്തിയ ചട്ടലംഘനം ഒരു വശത്ത്, അതിനെതിരായ അന്വേഷണവും നടപടിയുമൊക്കെയാണ് നമ്മൾ കണ്ടത്. ഇവർ നടത്തിയ വാർത്താ സമ്മേളനം, അതിനു മുമ്പ് അവർ നടത്തിയെന്ന് പറയുന്ന അനധികൃത പരിശോധന, ആ പൂട്ട് തുറന്ന് അകത്ത് കയറിയതുൾപ്പെടെ, അതൊക്കെ അതിലും വലിയ ചട്ടലംഘനമോ ക്രിമിനൽ കുറ്റമോ അല്ലേ? തീർച്ചയായും അത് ആ രീതിയിൽ തന്നെയാണ് സംഘടന കാണുന്നത്. അത് എതിർക്കപ്പെടേണ്ടത് തന്നെയാണ്. അത് ഒരു ഡോക്ടറുടെ ഇത്രയും രോഗികൾക്ക് വേണ്ടി ആത്മാർത്ഥതയോടെ പ്രവർത്തിക്കുന്ന ഒരു ഡോക്ടറുടെ ആത്മവീര്യത്തെ, അങ്ങനെ പ്രവർത്തിക്കുന്നവരുടെ മറ്റുള്ള ഡോക്ടർമാരുടെ ആത്മവീര്യത്തെ കെടുത്തി കളയുന്നതാണ് എന്നുള്ള രീതിയിൽ തന്നെയാണ് സംഘടന അതിനെ കാണുന്നത്. മാത്രവുമല്ല, ഈ ഒരു പുകമറയിൽ ഡോക്ടറെ നിർത്താനുള്ള എല്ലാ ശ്രമങ്ങളെയും 24 മണിക്കൂറിനുള്ളിൽ തന്നെ തച്ചുടച്ച് ജനങ്ങൾക്ക് മുമ്പിൽ അദ്ദേഹത്തിൻ്റെ നിരപരാധിത്വം തെളിയിച്ച മാധ്യമങ്ങൾക്ക് പ്രത്യേക നന്ദിയും KGMCTയെ അറിയിച്ചിട്ടുണ്ട്. സ്റ്റേറ്റ് KGMCTയെ അറിയിച്ചിട്ടുണ്ട്, പത്രക്കുറിപ്പിൽ തന്നെ അറിയിച്ചിട്ടുണ്ട്. അല്ല, ഞാൻ എൻ്റെ പ്രശ്നം അതല്ല. ഞാൻ മാധ്യമങ്ങൾ ചെയ്തത് നല്ല കാര്യം തന്നെ, അത് അവരുടെ ജോലിയാണ്. എൻ്റെ ചോദ്യം, ഈ 2 പേർ നിങ്ങളുടെ സംഘടനയുടെ ഭാഗമാണോ? തീർച്ചയായും അവർ മെമ്പേഴ്സാണ് എന്ന് തന്നെയാണ് എൻ്റെ അറിവ്. കോഴിക്കോട് KGMCTയൊക്കെ അറിയില്ല, തിരുവനന്തപുരം KGMCT മെമ്പർമാർ തന്നെയാണ് അവർ എന്ന് തന്നെയാണ് എൻ്റെ അറിവ്. അബ്ദുൽ ബാസിദ്, അങ്ങനെയെങ്കിൽ സംഘടന അവർക്കെതിരെ നടപടി എടുക്കേണ്ടത് അവർക്കെതിരെ ക്യാമറയ്ക്ക് മുമ്പിൽ, ഒരു ടെലിവിഷൻ ക്യാമറകൾക്ക് മുമ്പിൽ ഇങ്ങനെ ഒരു ക്രിമിനൽ ഗൂഢാലോചന ആദ്യമായിട്ടാണ് കേരളത്തിൽ. അവർക്കെതിരെ നടപടി എടുക്കാനുള്ള കാര്യങ്ങൾ ഇന്നലെ തന്നെ തിരുവനന്തപുരം KGMCTയെ ജനറൽ ബോഡി കൂടുകയും അവർക്കെതിരെ നടപടി വേണമെന്ന് ശുപാർശ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ശരി അബ്ദുൽ ബാസിദ്. അഡ്വക്കേറ്റ് അരുൺകുമാർ, ഇത് ഒരു മോശം സിസ്റ്റത്തിൻ്റെ ഭാഗമാണ് എന്നായിരുന്നു ഹാരിസ് ചിറക്കലിൻ്റെ ആദ്യ ആരോപണത്തിലുള്ള ആരോഗ്യമന്ത്രിയുടെ മറുപടി. പിന്നീട് മുഖ്യമന്ത്രി ഇദ്ദേഹം ആരോഗ്യമേഖലയെ താറടിക്കാനുള്ള അവസരമുണ്ടാക്കിയെന്ന് ആരോപിച്ചതോടുകൂടി ഈ സിസ്റ്റം ഈ ഹാരിസ് ചിറക്കലിനെതിരായി മാറുന്നു. അദ്ദേഹത്തെ വേട്ടയാടുന്നത് നാം കണ്ടു. ഇന്ന് രാവിലെ അതിൻ്റെ ഒരു ക്ലൈമാക്സ് ഉണ്ടായി. ആരോഗ്യമന്ത്രി തന്നെ ഒന്നും പറയാതെ മടങ്ങുന്നു. ആരോഗ്യമന്ത്രി ഇദ്ദേഹത്തെ ചികിത്സയിലുള്ള സ്ഥലത്ത് പോയി കണ്ട് ആശ്വസിപ്പിച്ചു എന്ന് പറയുന്നു. ഈ പ്രശ്നം അവസാനിച്ചതായി KGMCTക്ക് മനസ്സിലാവുന്നു. അദ്ദേഹത്തിന് നടപടി ഉണ്ടാവില്ല എന്ന് KGMCTക്ക് ആരോഗ്യമന്ത്രി തന്നെ ഉറപ്പ് കൊടുക്കുന്നു. ഇങ്ങനെ ഒരു ചെറിയ വിമർശനത്തെ, ഒരു വിസിൽ ബ്ലോവിങ്ങിനെ ഭയക്കുന്ന ആ ഒരു സിസ്റ്റം, അത് എത്രമാത്രം ജനാധിപത്യപരമാണ് അരുൺകുമാർ? ഇവിടെ ഏതെങ്കിലും തരത്തിൽ ഏതെങ്കിലും ഉദ്യോഗസ്ഥനെ ദ്രോഹിക്കാനോ അനാവശ്യമായി നടപടി സ്വീകരിക്കാനോ ആരും ഒരു വ്യഗ്രതയും കാണിക്കുന്നില്ല. ഒരു തരത്തിലുള്ള ഒരു രാഷ്ട്രീയ പ്രാധാന്യമില്ലാതെ, ഇപ്പോൾ ഡോക്ടർക്കും പരാതിയില്ല, ഗവൺമെൻറ്റിനും പരാതിയില്ല, അതുപോലെ അവിടുത്തെ രോഗികൾക്ക് ആർക്കും പരാതിയില്ല. അത്തരമൊരു സാഹചര്യത്തിലും ഇല്ലാത്തൊരു വിഷയം ഊതി വീർപ്പിച്ചുള്ള ചർച്ചയായിട്ടാണ് ഈ ചർച്ചയെ കാണാൻ കഴിയുക. ഈ രാജ്യത്തെ മുഴുവൻ ജനങ്ങളെയും ബാധിക്കുന്ന തീരുവയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അമേരിക്ക ഉയർത്തിയ പ്രശ്നങ്ങളടക്കം ഏറ്റവും ഗൗരവമായ പ്രശ്നം രാജ്യത്ത് നിലനിൽക്കുക.